ബി.ജെ.പിക്കെതിരായ പടയൊരുക്കത്തിൽ പ്രമുഖ കക്ഷികൾ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടുകൾ ദേശീയ തലത്തിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അത് ബി.ജെ.പിക്കാണ് ഗുണം ചെയ്യുന്നതെന്ന അനുഭവ പാഠം ഉൾക്കൊള്ളാതെ പോയതിന്റെ സൂചകമായാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കാണേണ്ടത്. ലോക്സഭയിലേക്ക് ഒരുമിച്ച് മത്സരിച്ചിട്ടും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയതിന് പരസ്പരം പഴി പറഞ്ഞ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഈ രാഷ്ട്രീയ പോരാട്ടത്തെ ഗൗരവത്തോടെ കാണാനും ബി.ജെ.പിക്കെതിരെ ഒരുമിച്ച് നിൽക്കുവാനും സന്നദ്ധരാകാതിരുന്നത് ഭരണകക്ഷിയായ ആം ആദ്മിയുടെ പരാജയത്തിനും കോൺഗ്രസിന്റെ ദയനീയമായ പ്രകടനത്തിനും കാരണമായി എന്നത് കണക്കുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. ഒടുവിലത്തെ കക്ഷി നിലയനുസരിച്ച് ബി.ജെ.പിക്ക് 48 സീറ്റുകളാണുള്ളത്. ആം ആദ്മി പാർട്ടി 22 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് 0-ലായിരുന്നു ഒതുങ്ങിയത്. മൊത്തം വോട്ട് വിഹിതവും കുറഞ്ഞത് 13 മണ്ഡലങ്ങളിലെങ്കിലും വോട്ട് നിലയും പരിശോധിച്ചാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തങ്ങളുടെ പ്രമാണിത്വം പ്രകടിപ്പിക്കുക എന്ന വാശിയിൽ പരസ്പരം മത്സരിച്ചതാണ് ബി.ജെ.പി വിജയത്തിന്റെ പ്രധാന ഘടകമായത് എന്ന് കാണാൻ സാധിക്കും. ബി.ജെ.പിക്ക് ലഭിച്ച ആകെ വോട്ട് വീതം 45.56%. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് 43.57%, കോൺഗ്രസിന് 6.34% വീതം വോട്ടുകളും ഉണ്ടായിരുന്നു. ആകെ 49.91% ബി.ജെ.പിയേക്കാൾ 4.5% അധികമാണിത്. മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ എന്നിവർ മത്സരിച്ച 2 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യത്തിലുള്ള സംസാരിക്കുന്ന തെളിവുകളാകും. കെജ്രിവാൾ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ പർവേഷക് സാഹിബ് സിംഗ് ആകെ വോട്ട് 30,088, ജയിക്കുന്നത് 4,089 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. ഇവിടെ കെജ്രിവാളിന് ലഭിച്ചത് 25,999 വോട്ടാണ്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിതിന് 4,568 വോട്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഇരു പാർട്ടികളുടെയും വോട്ടുകൾ കൂട്ടിയാൽ ബി.ജെ.പിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതലാണ് എന്നാണ് അതിനർത്ഥം തന്നെ. മനീഷ് സിസോദിയയുടെ മണ്ഡലമായ ജഗ്പൂരിൽ 675 വോട്ടുകൾക്കാണ് ബി.ജെ.പിയുടെ തർവീന്ദർ സിംഗിന്റെ വിജയം. കോൺഗ്രസിലെ ഫർഹദ് സൂരിക്ക് ഇവിടെ 7,350 വോട്ടുകളാണുള്ളത്. സംഗം വിഹോറിൽ ബി.ജെ.പിയുടെ ചന്ദ്രകുമാർ ചൗധരിയുടെ വിജയം കേവലം 344 വോട്ടുകൾക്കായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ദിനേശ് മെഹാനിയയ്ക്ക് 53,705 വോട്ടുകൾ നേടിയ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 15,863 വോട്ടുകളാണ്. ബി.ജെ.പി ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ മടങ്ങ് അധികമാണിത്. ബി.ജെ.പി ജയം നേടിയ രജീന്ദർ നഗറിൽ 1,231 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉള്ളത്. ഇവിടെ മൂന്നാമതുള്ള കോൺഗ്രസിന് 4,015 വോട്ടുകൾ അവിടെയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചത്താർപൂരിലും സ്ഥിതി ഒട്ടും വ്യത്യാസമല്ല. 6,239 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി ജയിച്ച ഇവിടെ കോൺഗ്രസിന് 6,601 വോട്ടുകളുണ്ട്. ഗ്രേറ്റർ കൈലാഷിൽ ബി.ജെ.പി 3,188 വോട്ടിന് ജയിച്ചപ്പോൾ കോൺഗ്രസ് 6,711 വോട്ടുകൾ കരസ്ഥമാക്കിയിരുന്നു. കോൺഗ്രസ് 32,028 വോട്ട് നേടി നംഗ്ലോയി ജട്ടിൽ ജയിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 26,251. മദിപ്പൂർ, മെഹ്റൌളി, ഭവാനെ, ടിമാർപൂർ, ബദ്ലി, മാളവ്യ നഗർ, ത്രിലോകപുരി, ആം ആദ്മി പാർട്ടി മൂന്നാമതെത്തിയ കസ്തൂർബ നഗർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥിതിയും എല്ലാം ഒരേപോലെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചതിന് ഗുണം ലഭിച്ചില്ല എന്ന് പരസ്പരം കുറ്റപ്പെടുത്തിയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നേരിട്ട് മത്സരിച്ചതും ഇന്ത്യ സഖ്യത്തെ അപ്രസക്തമാക്കിയതും. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടെടുപ്പിൽ സമ്മതിദായകരുടെ പരിഗണനാ വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്ന പ്രാഥമിക തത്വം പോലും അംഗീകരിക്കാതെയാണ് ഇരു കക്ഷികളും പരസ്പരം മത്സരിച്ചത്. ഇത്തരം മത്സരം ഒഴിവാക്കണമെന്നും ബി.ജെ.പിക്കെതിരെ ചെറുതും വലുതുമായ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളും യോജിച്ചു നിൽക്കണമെന്നും തുടക്കം മുതൽ CPI ഉൾപ്പെടെയുള്ള ഇടത് കക്ഷികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ പ്രമുഖ കക്ഷികൾ രണ്ടും മറ്റ് കക്ഷികളെ പരിഗണിക്കാതെ പരസ്പരം മത്സരിക്കാൻ തീരുമാനിക്കുക തന്നെയായിരുന്നു. നേരത്തെ നടന്ന ചില സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യോജിച്ചു നിന്നതിന്റെ നേട്ടങ്ങളിൽ നിന്നോ പരസ്പരം പോരടിച്ചതിന്റെ ദോഷഫലങ്ങളിൽ നിന്നോ പാഠം ഉൾക്കൊള്ളാതെയുള്ള നിലപാട് സ്വീകരിച്ചതാണ് ബി.ജെ.പി വിജയം എളുപ്പത്തിലാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കോൺഗ്രസിന് നിലം തൊടാനായില്ല എന്നതിനൊപ്പം തന്നെ 10 വർഷത്തിലധികം സംസ്ഥാനം ഭരിച്ച ആം ആദ്മി പാർട്ടിയെ ജനം നിരാകരിച്ചു എന്നതും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി ഒട്ടേറെ പ്രത്യേകതകളാണുള്ളത്. കേന്ദ്ര ബി.ജെ.പി സർക്കാരിന്റെ എല്ലാ പിന്തിരിപ്പൻ പരീക്ഷണങ്ങളുടെയും വേദിയായിരുന്നു രാജ്യ തലസ്ഥാനമായ ഡൽഹി. മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരായ നിഷ്ഠൂര നടപടികൾ പലതും അവിടെ ഉണ്ടാവുകയുമായിരുന്നു. എതിരാളികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ മകുടോദരഹരണമായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും പ്രതിനിധീകരിക്കുന്ന മണ്ണായിരുന്നു അത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനത്തെയും ലഫ്റ്റനന്റ് ഗവർണറെയും ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തെ നിയന്ത്രിക്കുന്നതിന് നടന്ന നിരന്തര ശ്രമങ്ങളുടെയും ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്ന സമീപനങ്ങളുടെയും നിരവധി ഉദാഹരണങ്ങളും ഡൽഹിയിൽ ഉണ്ടായിരുന്നു. സൗജന്യങ്ങളുടെയും സൗകര്യങ്ങളുടെയും ഘോഷയാത്രകളാണ് ഭരണ നടപടികൾ എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്.
എന്നിട്ടും അവിടെ തോറ്റുപോയെങ്കിൽ അതിന്റെ പാപഭാരം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തലുകൾക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തോറ്റുപോകുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയായിരിക്കും.